ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ് യു ആർ എ ന്യൂ ക്രിയേഷൻ. എങ്ങനെ ന്യൂ ക്രിയേഷൻ ആകുവാൻ കഴിയും? എങ്ങനെ പുതിയ സൃഷ്ടിയാകുവാൻ കഴിയും? യേശു ചെയ്ത് തികച്ചതിൽ നീ ആമേൻ പറയുമ്പോൾ, അവൻ നിനക്കായി ചെയ്ത് തികച്ചതിൽ നീ ആമേൻ പറയുമ്പോൾ താങ്കളുടെ ജീവിതത്തിൽ വിടുതൽ വെളിപ്പെടുവാൻ ഇടയാകും. അതുകൊണ്ട് ആമേൻ, നമ്മുടെ സ്വയം നീതിയിൽ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ നീതീകരിക്കപ്പെടാതെ യേശുവിൻ്റെ കൃപയാൽ കർത്താവ് നീ ചെയ്ത് വലിയ പ്രവൃത്തി മുഖാന്തരം കാൽവരി ക്രൂശിൽ അങ്ങെല്ലാം എനിക്ക് വേണ്ടി ചെയ്ത് തികച്ച മുഖാന്തരം കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആ വേദപുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുക, വി ആർ ജസ്റ്റിഫൈഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്. ശ്രദ്ധിക്കുക, വേദപുസ്തകം പഠിക്കുമ്പോൾ ന്യായപ്രമാണത്തിലും കൃപയിൽ പുതിയ നിയമവും തമ്മിൽ ഒത്തിരി വ്യത്യാസം കാണുവാനായി സാധിക്കുന്നു. ന്യായപ്രമാണം വേണ്ട എന്നല്ല, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയുന്നുണ്ട്, ന്യായപ്രമാണത്തെ വേണ്ട എന്നല്ല, യേശു നിവർത്തിച്ചതിനെ താങ്കൾ വീണ്ടും നിവർത്തിക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ പ്രഷ്യസ് ആൻഡ് വാല്യുബിൾ ടൈം വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ റിയൽ ട്രൂത്ത്. യഥാർത്ഥ സത്യത്തെ മനസ്സിലാക്കാതെ നമ്മുടെ സമയം വൃഥ പാഴാക്കുകയാണ്. യേശു കർത്താവ് ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, നിവർത്തിപ്പാൻ കടന്നു വന്നു. യേശു നിവർത്തിച്ചു. അതിൽ നീ ആമേൻ പറയുമ്പോൾ താങ്കളുടെ ജീവിതത്തിൽ വിടുതൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. വേദപുസ്തകം പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ വചനത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 20-ന്റെ-5 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്നെ പകയ്ക്കുന്നവരിൽ കാരണം ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു, എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ ഞാൻ സന്ദർശിക്കും. God will visit their iniquities to the 3rd and 4th generation. 3-ാമത്തെയും 4-ാമത്തെ തലമുറ വരെ ദൈവം സന്ദർശിക്കുമെന്ന് ന്യായപ്രമാണത്തിൽ മോശെ മൂലമായി ദൈവം ജനത്തോട് അരുളപ്പാടുന്നില്ലേ. കാരണം ദൈവം സ്നേഹം തന്നെയാണ്. ദൈവത്തിൽ വസിക്കുന്നവൻ സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. ദൈവത്തെ സ്നേഹത്തിൽ കൂടെ കാണുവാൻ സാധിക്കുന്നു. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും എല്ലാം സ്നേഹവാനായ ദൈവം വെളിപ്പെട്ടു. എന്നാൽ മനുഷ്യൻ്റെ അകൃത്യം അധികമായപ്പോൾ, അത് മുഖാന്തരം പാപത്താൽ അവർ നിറയപ്പെട്ടപ്പോൾ ദൈവം പറയുകയാണ്, നീ എൻ്റെ സ്നേഹത്തെ വൃഥാവാക്കി നീ കളഞ്ഞത് മുഖാന്തരം സംഭവിച്ചത് കാര്യം ഇപ്രകാരമാണ്, നീ ചെയ്യുന്ന പാപത്തെ, നിൻ്റെ പിതാക്കന്മാർ ചെയ്യുന്ന പാപത്തെ 3-ാമത്തെയും 4-ാമത്തെയും തലമുറകളിലേക്ക് അത് ഞാൻ സന്ദർശിക്കും, ഞാൻ അതിനെ ഓർക്കും. എന്നാൽ വേദപുസ്തകത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ പുതിയ നിയമത്തിലെ നായകനായ ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, ഐ വിൽ ബി മേഴ്സിഫുൾ ടു യുവർ അൺറൈറ്റ്യസ്നെസ്. നിങ്ങളുടെ ലംഘനങ്ങൾക്ക് ഞാൻ കരുണയുള്ളവനാകും. ശ്രദ്ധിക്കുക, നിന്റെ നന്മയ്ക്ക് ഞാൻ കരുണയുള്ളവൻ, അല്ലെങ്കിൽ നിനക്ക് ഞാൻ അനുതപിക്കും. നിന്റെ അനുതാപങ്ങൾക്ക് ഞാൻ കരുണയുള്ളവനെന്നല്ല, ഐ വിൽ ബി മേഴ്സിഫുൾ ടു യുവർ അൺറൈറ്റ്യസ്നെസ്. നമ്മുടെ ലംഘനങ്ങൾക്ക്, അനീതിയുള്ള അനുഭവങ്ങൾക്ക്, നീതിയില്ലാത്ത അനുഭവങ്ങൾക്ക്, സത്യമില്ലാത്ത അനുഭവങ്ങൾക്ക്, നമ്മളെ കൊണ്ട് സ്വയം നീതിമാനായി തീരാത്ത അനുഭവങ്ങൾക്ക് ദൈവം പറയുകയാണ്, ഞാൻ അതിന് നീതിയുള്ളവനായി തീരും. ഐ വിൽ ബി മേഴ്സിഫുൾ, കരുണയുള്ളവനായി തീരും. ആൻഡ് ഐ വിൽ റിമെമ്പർ യുവർ സിൻ നോ മോർ. ഞാൻ നിന്റെ പാപത്തെ ഇനി ഓർക്കുകയുമില്ല. ഹല്ലേലൂയ. ഞാൻ നിന്റെ പാപത്തെ ഇനി ഓർക്കുകയുമില്ല. ഐ വിൽ റിമെമ്പർ ഇറ്റ് നോ മോർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, ഞാൻ മറന്നു കളഞ്ഞ, അല്ലെങ്കിൽ എൻ്റെ രക്തമുഖാന്തരം ഞാൻ മായ്ച്ചു കളഞ്ഞ ആ പാപത്തെ ഇനി എൻ്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവരത്തില്ല. ഇറ്റ്സ് എ കോൺഷ്യസ് ഡിസിഷൻ ടേക്കൺ ബൈ അവർ ലോർഡ് ദാറ്റ് ഹി വിൽ നെവർ ബ്രിങ് ദാറ്റ് സിൻ ടു അക്കൗണ്ട് അഗെയിൻ, ബിക്കോസ് once for all it has been done. Once for all it has been forgiven. ഒരിക്കലായിട്ട് കർത്താവ് നമുക്കത് ക്ഷമിച്ചിരിക്കുകയാണ്. ആമേൻ. ക്ഷമിക്കപ്പെടാത്ത പാപം, ക്ഷമിക്കപ്പെടുവാൻ കഴിയാത്ത പാപം, ഒരിക്കലും നാം ചെയ്ത പാപത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മെ ക്ഷമിക്കപ്പെടുവാൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ നമ്മൾ അർഹരല്ല. എന്നാൽ അർഹിക്കപ്പെടാത്തത് കൃപയാൽ അവൻ ചെയ്തു തികച്ചു. യേശു കർത്താവ് നമുക്ക് വേണ്ടി അത് ചെയ്തു തികച്ചു. വേദപുസ്തകത്തിൽ 1 യോഹന്നാൻ 1:7 പറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി, 1-2 പാപമൊന്നുമല്ല, ഇന്നലെ ചെയ്ത പാപമൊന്നുമല്ല, നാളെ ചെയ്യാൻ പോകുന്ന പാപമൊന്നുമല്ല, സകല പാപം പോക്കി അവൻ നമ്മെ ശുദ്ധീകരിച്ചിരിക്കുകയാണ്. പല വ്യക്തികളും ഇപ്രകാരം ചിന്തിക്കാറുണ്ട്, ബ്രദറെ, ഈ കൃപയെപ്പറ്റി സംസാരിക്കുമ്പോൾ കൃപ എന്നെല്ലാം കൃപയിൽ എന്ന് പറയുമ്പോൾ പാപം ചെയ്യുവാൻ മനുഷ്യന് ഒരു ടെൻഡൻസി ഉണ്ടാകും. എന്നാൽ അത് തെറ്റാണ്. പാപം ചെയ്യുവാൻ ടെൻഡൻസി ഉണ്ടാകുന്നത് കൃപ നീ പ്രസംഗിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ കൃപ വെളിപ്പാട് കിട്ടുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ ഇരിക്കുന്നത് കൊണ്ടല്ല നീ പാപം ചെയ്യുന്നത്. ശ്രദ്ധിച്ച് കേൾക്ക്. അല്ലെങ്കിൽ പാപം ചെയ്യാതെയും ഇരിക്കുന്നത് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. നമ്മുടെ അകൃത്യങ്ങളെ മാറ്റുവാൻ, നമ്മുടെ ലംഘനങ്ങളെ മാറ്റുവാൻ യേശുവിൻ്റെ രക്തത്തിന് കഴിയും. യേശു കർത്താവ് ചെയ്ത് തികച്ചു എന്നുള്ളത് അത് സത്യമാണ്, അത് വിശ്വാസയോഗ്യമാണ്, എല്ലാവരും അംഗീകരിക്കാനുള്ള കാര്യമാണ്. ഇപ്രകാരം ചിന്തിക്കുക, ഒരു വ്യക്തി ഒരു സ്ഥലത്തേക്ക് തൻ്റെ വ്യവസായത്തിനായി അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ
ബിസിനസ്സിൻ്റെ വിഷയങ്ങൾക്കായി ഒരു പെട്ടെന്ന് വേറൊരു രാജ്യത്തിലേക്ക് കടന്നുപോയി. ബിസിനസ് കഴിഞ്ഞതിന് ശേഷം താൻ തൻ്റെ ഹോട്ടൽ റൂമിലേക്ക് കടന്നു വന്നപ്പോൾ തനിക്ക് പാപത്തിൽ അകപ്പെടുവാൻ തക്ക വിധത്തിൽ ഒരു പ്രേരണ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രലോഭനം കടന്നു വരികയുണ്ടായി. എന്നാൽ അദ്ദേഹം അതിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു. അതിൽ നിന്ന് ആ പ്രലോഭനത്തെ അതിൽ വിധേയപ്പെടുകയല്ല, അതിനെ ജയിക്കുവാൻ അദ്ദേഹത്തിന് ശക്തി ലഭിച്ചു. അദ്ദേഹം തൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരിക സന്തോഷത്തോടെ ആനന്ദത്തോടെ അദ്ദേഹം തൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നിട്ട് തൻ്റെ പ്രിയ പത്നിയോട്, തൻ്റെ ഭാര്യയോട് ഇപ്രകാരം പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രലോഭനം ഉണ്ടായി, കഴിഞ്ഞ ദിവസം ഇങ്ങനെയുള്ള പ്രയാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി, എന്തുകൊണ്ട് ഞാൻ ആ പാപത്തിലേക്ക് വീണില്ല എന്ന് എൻ്റെ പ്രിയ ഭാര്യയെ നിനക്കത് അറിയാമോ എന്ന് പറയുമ്പോൾ ഷീ വിൽ ബി ക്യൂരിയസ് ഇനഫ് ടു ലിസൺ ടു വാട്ട് ഹെർ ഹസ്ബൻഡ് സേസ്. തൻ്റെ ഭർത്താവ് അതിൻ്റെ ഉത്തരം താൻ തന്നെ പറയുവാൻ പോകുന്നത് കേൾക്കുവാൻ വളരെ ആകാംക്ഷയോടെ ആ ഭാര്യ നിൽക്കുമ്പോൾ ആ സഹോദരൻ വീണ്ടും ഇതാ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ആ പാപത്തിൽ അകപ്പെടാത്തതെന്ന് അറിയാമോ? അപ്പോൾ ആ സഹോദരി പറയും, ഇല്ല താങ്കളൊന്ന് പറഞ്ഞട്ടെ. അപ്പോൾ ഷീ ഈസ് എക്സ്പെക്ടിങ് വിത്ത് എ ക്യൂരിയസ് ഹാർട്ട്, വളരെ ആകാംക്ഷയോടെ തന്നിൽ നിന്ന് ലഭിക്കുവാൻ ഉത്തരത്തെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരി ഇപ്രകാരം പറയുന്നത് ചിന്തിച്ചട്ടെ. കാരണം ന്യായപ്രമാണത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, വ്യഭിചാരം ചെയ്യരുത്. ന്യായപ്രമാണത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, മോഹിക്കരുത്. ന്യായപ്രമാണത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, പ്രലോഭനത്തിൽ നീ അകപ്പെടരുത്, ഇങ്ങനെയാകരുത്, നിനക്ക് സ്വർഗരാജ്യം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യ എന്ത് ചിന്തിക്കും? അയ്യോ, ന്യായപ്രമാണം മുഖാന്തരമാണോ അല്ലെങ്കിൽ ഇന്ന നിയമം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണോ താങ്കൾ എന്നെ സ്നേഹിക്കുന്നത്? എന്നാൽ ഇപ്രകാരം ഈ മറുപടിക്ക് പകരം ന്യായപ്രമാണത്തിൽ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അന്ന് ഈ പാപം ചെയ്യാത്തതെന്ന് പറയുന്നതിനേക്കാൾ താൻ അടുത്ത് വന്നിൻ്റെ പ്രിയ ഭാര്യ, നീ എൻ്റെ കൂടെ ഇല്ലായിരുന്നിട്ടും ഞാൻ ഇന്നേ ദൂരസ്ഥലത്തായിരുന്നു എങ്കിലും ഞാൻ പാപം ചെയ്യാത്തതിൻ്റെ കാരണം ഇങ്ങനെ ന്യായപ്രമാണം പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അനുശാസിച്ചിരിക്കുന്നു എന്നത് കൊണ്ടല്ല, നിൻ്റെ സ്നേഹത്തെ മറുത്ത് എനിക്ക് പാപം ചെയ്യുവാൻ കഴിയത്തില്ല. കാരണം ഐ നോ ദ ലവ് വിച്ച് യു ഹാവ് ടുവേർഡ്സ് മീ. ബിക്കോസ് ഓഫ് that love I cannot do that sin. ആ സ്നേഹം എൻ്റെ മേലുള്ളത് കൊണ്ട്, നിനക്ക് എന്നോടുള്ള സ്നേഹമുള്ളത് കൊണ്ട് എനിക്കിനി പാപം ചെയ്യുവാൻ കഴിയത്തില്ല. ഇതാണ് കൃപ. അതുകൊണ്ട് കൃപയിൽ കടന്നു വന്നാൽ, കൃപയെപ്പറ്റി വ്യക്തമായൊരു വെളിപ്പാട് ലഭിച്ചാൽ നീ പാപം ചെയ്യും അല്ലെങ്കിൽ പാപം ചെയ്യാനുള്ള ലൈസൻസ് എന്ന് പറയുന്നത് തെറ്റാണ്. യഥാർത്ഥമായൊരു കൃപ മനസ്സിലായവൻ, ആ കൃപയുടെ യേശു കർത്താവിൻ്റെ സ്നേഹത്തെ, ആ കൃപയെ മനസ്സിലായ വ്യക്തിക്ക് പാപം ചെയ്യുവാൻ കഴിയത്തില്ല. ഇന്ന് ഒരു പക്ഷേ താങ്കൾ പറയുമായിരിക്കാം, പാപത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു, ഒന്ന് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഞാൻ ഇച്ഛിക്കാത്തത് തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഞാൻ ഇച്ഛിക്കുന്നത് ചെയ്യുന്നില്ല, പകരം ഞാൻ ഇച്ഛിക്കാത്തത് തന്നെ എൻ്റെ ശരീരം പ്രവർത്തിക്കുന്നു. കാരണം എന്നാണെന്നറിയാമോ? എനിക്കൊരു എൻ്റെ ജഡം ബലഹീനമാണ്, ആത്മാവ് ഒരുക്കമുള്ളതാണ്. ആത്മാവ് നല്ലത് ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ ജഡം ബലഹീനമാകിയാൽ ഞാൻ വീണ്ടും പാപത്തിലേക്ക് നയിക്കപ്പെടുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, താങ്കൾ വിടിയിപ്പാൻ യേശുവിന് കഴിയും. വീണ്ടും പാപത്തിലേക്ക് ഞാൻ വീണുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വീഴുവാൻ കഴിയുന്നില്ല, യേശുവിൽ നിന്ന് ഞാൻ അകന്നു പോയോ, ഞാൻ കൃപയിൽ നിന്ന് വീണുപോയോ എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, നോ, യു ഹാവ് നോട്ട് ഫോളൻ ഫ്രം ദ ഗ്രേസ്. യു ആർ സ്റ്റിൽ ഇൻ ദ ഗ്രേസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ കൃപയിൽ തന്നെ നീ നിൽക്കുകയാണ്, നിന്നെ സഹായിപ്പാൻ യേശുവിന് കഴിയും. വീണുപോയി ഇനി രക്ഷയില്ല എന്ന് പറയുന്നുവോ, ഭാരപ്പെട്ടത്, യു ഹാവ് ഹോപ്പ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. യു ഹാവ് ഹോപ്പ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഇവൻ യേശു കർത്താവ് നല്ല ദൈവമാണ്. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിൽ നോക്കുമ്പോൾ നിൻ്റെ തലമുറകളിലേക്ക് ആ ശാപത്തെ, പിതാക്കന്മാർ ചെയ്ത ശാപത്തിൻ്റെ അനുഭവം അല്ലെങ്കിൽ പിതാക്കന്മാർ ചെയ്ത പാപത്തിൻ്റെ അനന്തരഫലം തലമുറകൾ അനുഭവിക്കുമ്പോൾ യേശു കർത്താവ് നമുക്ക് വേണ്ടി മറുവിലയായി തീരുന്നത് മുഖാന്തരം, നമുക്ക് വേണ്ടി നമ്മുടെ ശാപത്തെ അവൻ ചുമന്നത് മുഖാന്തരം, വേദപുസ്തകത്തിൽ ഗലാത്യർക്ക് ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ക്രൂശിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെടുന്നു. അതേ പ്രിയമുള്ളവരെ, യേശു താങ്കൾക്ക് വേണ്ടി ഒരു ശാപമായി തീർന്നു, യേശു താങ്കൾക്ക് വേണ്ടി തകർച്ചയായി തീർന്നു. വൈ? സോ ദാറ്റ് യു വിൽ ബി എ ബ്ലെസ്ഡ് മാൻ ആൻഡ് ബ്ലെസ്ഡ് വുമൺ ഇൻ യുവർ ലൈഫ്. താങ്കളായിരിക്കുന്ന ജീവിതത്തിൽ, താങ്കളായിരിക്കുന്ന ഭവനം ദൈവത്തിൻ്റെ ഭവനമായി തീരുവാൻ, താങ്കളുടെ ജീവിതം ഒരു ദൈവരാജ്യമായി തീരുവാൻ, താങ്കളുടെ ജീവിതം സന്തോഷമായി തീരുവാൻ, ആനന്ദമായി തീരുവാൻ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ എന്താ ഉള്ളത്? സന്തോഷമുണ്ട്. ആമേൻ. ആ അനുഭവം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. വചനം പറഞ്ഞിരിക്കും, നീതിമാന്റെ കൂടാരത്തിൽ ദുഷ്ടൻ്റെ ചെങ്കോലല്ല, പാപത്തിൻ്റെ അനുഭവങ്ങളല്ല, പകരം ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം ഉണ്ടാകുവാൻ ഇടയാകും. ഈ നിമിഷം യേശു കർത്താവ് സകല ബുദ്ധിയും ദൈവിക സമാധാനത്താൽ, സന്തോഷത്താൽ തൻ്റെ ജനത്തെ നിറയ്ക്കുവാനായി ആഗ്രഹിക്കുന്നു. ഭാരപ്പെട്ടു പോകരുത്. താങ്കളെ സഹായിപ്പാൻ
യേശുവിന് കഴിയും. നമ്മൾ ഒരുമിച്ച് ഇന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുവാനായി പോവുകയാണ്. കർത്താവിനോടൊന്ന് പറയാമോ, യേശുപ്പാ, നിന്നെ പോലെ ഒരു നല്ല രക്ഷകനില്ല, നിന്നെ പോലെ എന്നെ സ്നേഹിക്കുന്നവനില്ല കർത്താവെ, നിന്നെ പോലെ എന്നെ മനസ്സിലാക്കുന്നവനില്ല. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. ഒരുപക്ഷെ ലോകം പറഞ്ഞിരിക്കുക നീ പാപിയാണ്, നീ പാപം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു, നിന്നെ ദൈവം സ്നേഹിക്കത്തില്ല, ദൈവത്തെ നീ മാറിയിരിക്കുക, നിനക്ക് സ്വർഗ്ഗരാജ്യം ലഭിക്കത്തില്ല, കർത്താവ് നിന്നെ അടിക്കും. നോ 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 കർത്താവ് നിന്നെ അടിച്ച് പാപബോധം നൽകുന്ന ദൈവമല്ല. തൻ്റെ മഹത്വത്തെ ഒന്ന് തെളിയിച്ച് ഹല്ലേലൂയ വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ കാണുവാനായി സാധിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ പറയും, നാഥ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പോസ്തലനായ പത്രോസിന് പറയുവാൻ അവസാനം ഇത്രയേ ഉള്ളായിരുന്നു, ഒന്നുമില്ല കർത്താവേ, ഐ ഹാവ് ഡൺ മൈ ലെവൽ ബെസ്റ്റ്, നത്തിങ് ഐ ഗോട്ട് ഔട്ട് ഓഫ് വാട്ട് ഐ ഹാവ് ഡൺ. ഞാൻ ചെയ്തതിൽ നിന്ന് എനിക്ക് ഒന്നും കിട്ടിയില്ല, പക്ഷേ നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. യേശുവിൻ്റെ വാക്കിന് വലയിറക്കിയ പത്രോസ് മഹത്വമേറിയ ഒരു അനുഭവം കണ്ടു. പത്രോസിനോട് കർത്താവ് പറഞ്ഞില്ല, മോനെ നീ ഞാൻ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ടാണ് നിനക്ക് മീൻ കിട്ടാത്തത്, നിനക്ക് കിട്ടത്തില്ല, നീ അനുസരണം ഇല്ലാത്തതുകൊണ്ടാണ് കിട്ടാത്തത് എന്നൊന്നും പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, ആഴത്തിലേക്ക് നീ വല വീശി, എവിടെ നീ പരാജയപ്പെട്ടു അങ്ങോട്ട് പോയി ഒന്ന് വല വീശി. വല വീശിയപ്പോൾ വചനം പറഞ്ഞിരിക്കുന്നു, വല കീറുമാർ, ആമേൻ ഹല്ലേലൂയ, വല കീറുമാർ പെരുത്ത മീൻകൂട്ടം വന്ന് തൻ്റെ പടകിലേക്ക് അടിയുകയുണ്ടായി. പടകിൽ അടിഞ്ഞു കഴിഞ്ഞപ്പോൾ തൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടപ്പോൾ അപ്പോസ്തലനായ പത്രോസ് പറയാം, കർത്താവേ ഞാൻ പാപിയാണ്, എന്നെ വിട്ട് നീ പോകണം, ഞാൻ അകൃത്യമുള്ളവനാണ്, പാപം മാത്രം ചെയ്യുന്നവനാണ്, നിന്റെ കർത്താവ് എൻ്റെ കഴിവിൽ ആശ്രയിപ്പാൻ എനിക്ക് ഒന്നുമില്ല, നിന്റെ കൃപയെ ഞാൻ ആശ്രയിക്കുന്നു. ശ്രദ്ധിക്കുക, പഴയ നിയമത്തിൽ സംഭവിച്ചത്, അൺലെസ് യു ഒബേ ഗോഡ് cannot bless you. You have to repent first for the blessing of God to come upon your life. ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ കുടുംബത്തിലേക്ക് വെളിപ്പെടണമെങ്കിൽ നീ ആദ്യം അനുസരിക്കണം, ഒന്നാമതായി അനുസരിക്കണം. എന്നാൽ യേശുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തി എന്നാണെന്നറിയാമോ, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ മഹത്വത്താൽ നിന്നെ നിറച്ച് ആ മഹത്വത്തെ കാണുമ്പോൾ, യേശുവേ ഞാൻ കുറവുള്ളവനാണ്, ഞാൻ യോഗ്യതയില്ലാത്തവനാണ്, എങ്കിലും നീ കൃപയാൽ എന്നെ യോഗ്യനാക്കി നിർത്തി. അങ്ങനെയുള്ളവർക്ക് പറയാൻ ഒന്ന് കഴിയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം നിർത്തിയതാണ്, ഞാൻ നേടിയതൊന്നും അല്ല, ഇതെല്ലാം ദൈവം തന്ന ദാനമാണ്. ഞാൻ നിൽക്കുന്നത് എൻ്റെ കഴിവോ എൻ്റെ മഹിമയോ, എനിക്ക് ഉയർത്തി പറയുവാൻ എനിക്ക് കുടുംബ മഹിമയോ, ആമേൻ, അത്ര അങ്ങനെ എൻ്റെ കഴിവെന്ന് പറയാൻ എനിക്കൊന്നുമില്ല. എല്ലാം എൻ്റെ യേശു എനിക്ക് നൽകിയ ദാനമാണ്, എല്ലാം എൻ്റെ യേശുവിൻ്റെ കൃപയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് ഈ കഷ്ടാനുഭവ നാളുകളിൽ ഒരു പുതിയൊരു തീരുമാനം എടുത്താൽ, യേശുവേ ഇതൊന്നും എൻ്റെ കഴിവല്ല കർത്താ, എല്ലാം നിൻ്റെ കൃപയാണ്. ഒരു പുതിയ തീരുമാനത്തോടെ ആമേൻ നമ്മുടെ ജീവിതത്തിൽ ഈ കഷ്ടാനുഭവ നാളുകളിലേക്ക് നമുക്ക് ഒന്ന് പങ്കെടുക്കാം. ദൈവം ഇന്നത്തെ സന്ദേശം മുഖാന്തരം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും വളരെ വളരെ അധികമായി അനുഗ്രഹിക്കുമാറാകട്ടെ.